അടുത്തത് നമ്മള് ഡയഗണൽ ലാഷിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മള് ബർമ ബ്രിഡ്ജിൽ കയറി ഉണ്ടാവുമല്ലോ എല്ലാവരും കയറിയില്ലേ? നമ്മള് ബർമ ബ്രിഡ്ജ് കെട്ടുന്ന സമയത്ത് ഡയഗണൽ ലാഷിംഗ് ചെയ്തിട്ടാണ് ഷിയർ അടിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് നമ്മളെ പോളില് മൂന്നിലൊരു ഭാഗം കൊടുക്കുന്നു. ആദ്യം എന്ത് ചെയ്യാ? മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് മാർക്ക് ചെയ്യാം. രണ്ട് പോളും മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ആദ്യം എന്ത് ചെയ്യണം? രണ്ട് പോളും കൂടി ചേർത്തിട്ട് ഒരു ടിമ്പർ ഹീച്ച് ഇടും. ടിമ്പർ ഹീച്ചിൽ എത്ര ചുറ്റു വേണമെന്ന് പറഞ്ഞു? ചുരുങ്ങിയത് 4 അതിൽ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹൊറിസോണ്ടൽ ആയിട്ട് ആദ്യം എന്ത് ചെയ്തു? ടിമ്പർ ഹീച്ച് ഇട്ട്. ഇനി അടുത്ത് വെർട്ടിക്കൽ ആയിട്ട് 4 പ്രാവശ്യം റാപ്പ് ചെയ്യാം. എന്താണ്? എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം വെർട്ടിക്കൽ ആയിട്ട് 4 പ്രാവശ്യം ഇട്ട് നോക്കിക്കോളൂട്ടാ. ഹൊറിസോണ്ടലായിട്ട് ആദ്യം ടിമ്പർ ഹീച്ച് ഇട്ടു, പിന്നീട് വെർട്ടിക്കലായിട്ട് 4 പ്രാവശ്യം റാപ്പ് ചെയ്യാം കേട്ടാ. 2 പോളുകൾ ചേർത്തിട്ട്. ഇത് 2 സ്റ്റാൻഡേർഡ് പോളാണ്, ലെഡർ പീസ് ഇല്ല. ഇത് എത്ര ഹൈറ്റ് കിട്ടുന്ന സാറ് 3-1 ഹൈറ്റ് വരണം. നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ലെങ്ത് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഹൈറ്റ് കൂടണം. അപ്പൊ ഇതിന്റെ ഈ ഷെയർ ഈ ചേരണ ഭാഗം കുറച്ച് മുകളിലായിരിക്കും. താഴെ നിന്നിട്ട് ലെതർ പീസ് വെച്ച് കെട്ടണം കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഇപ്പൊ തന്നെ 4 പ്രാവശ്യമായി. 4 പ്രാവശ്യം വെർട്ടിക്കൽ ആയിട്ട് ഇട്ടു അല്ലെ? ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് 4 പ്രാവശ്യം. ഹൊറിസോണ്ടൽ ആയിട്ട് 2 പോൾ ലൈൻ ചേർത്തുകൊണ്ട് തന്നെയാണ് ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 4 അല്ലേ? ഇനി ഇതിനെ പ്രാപ്പ് ചെയ്യണം. ഈ 2 കൂടി ചേർത്തിട്ട് പ്രാപ്പ് ചെയ്യാം. ഇത് 2 പോളുകളുടെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ചെയ്യണത് അല്ലെ? നേരത്തെ ചുറ്റിയ 2 പ്രാപ്പിങ്ങിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രാപ്പ് ചെയ്യണത്. സമവണ്ണമുള്ള ലൈനുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ എന്തിനോട്ട് ഉപയോഗിക്കുന്നു? സമവണ്ണല്ലാത്ത തമ്മിൽ ബന്ധിപ്പിക്കാനാ? സിംഗിൾ ഷീറ്റും ഡബിൾ ഷീറ്റും പഠിച്ചിട്ടുണ്ടോ? സിംഗിൾ ഷീറ്റ് വരുന്ന ഡബിൾ ഷീറ്റ് വരുന്ന കാര്യം ഇല്ല. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇത് 4 പ്രാവശ്യം പ്രാപ്പ് ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യണം? ക്ലൗ വെച്ചിട്ട് അവസാനിപ്പിക്കാം. എവിടെ വേണമെങ്കിലും ഇവിടെ കേട്ടോ. മുകളിലാണെങ്കിൽ താഴെയാണെങ്കിലും ഒരു ക്ലൗ വെച്ചിട്ട് ഹാഫ് വെച്ചിട്ട് വീണ്ടും ഒരു ഹാഫ് വെച്ചിട്ട് ക്ലൗ വെച്ചായി. ഇനി എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ സ്ലിംഗ് ഇടുന്നു പറഞ്ഞില്ലേ? ആദ്യം എന്ത് ചെയ്യണം? ഒരു ഹാഫ് ക്ലൗ വെച്ചിട്ട് എത്ര പ്രാവശ്യം ടേൺ ചെയ്യാൻ പറഞ്ഞു? ചുരുങ്ങിയത് 4 പ്രാവശ്യമെങ്കിലും ഇടണം. നമുക്ക് എത്രയാണോ പൊക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള സാധനം സ്ലിങ്ങിന്റെ എണ്ണം കൂട്ടണം. മനസ്സിലായില്ലേ? ഇതൊന്നും വെച്ച് സ്ലിംഗ് ഇടില്ല. സ്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. കാരണം വെയിറ്റ് പൊക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് 6 mm ആണ്. ചിലപ്പോൾ 8 mm അല്ലെങ്കിൽ 12 mm ഒക്കെ ഉപയോഗിക്കാം. എത്രയും വെയിറ്റ് ആണ്? 1000 കിലോ 2000 കിലോ 3000 കിലോ നമുക്ക് എത്രയാണോ ലിഫ്റ്റ് ചെയ്യാനുള്ളത് അതിനനുസരിച്ച് നമ്മൾ സ്ലിംഗ് ഇടും. സ്ലിംഗ് ഇടുന്നത് 2 പോളിനോട് ചേർത്തായിരിക്കും സ്ലിംഗ് ഇടാം. നേരത്തെ നമ്മൾ ഫീൽഡ് മിഷൻ പഠിച്ചല്ലേ? അതിന്റെ പേരെന്തായിരുന്നു? നേരത്തെ പ്ലസ് പോലെ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേര് കേട്ട്. ആ ഫീൽഡ് മെഷീന്റെ പേര് എന്താണ്? ഡെറിക് എന്നാണ് അല്ലെ? അത് നമ്മൾ 360 ഡിഗ്രിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും. ലിഫ്റ്റും ചെയ്യാൻ പറ്റും, ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. അത് ഏത് സൈഡിലേക്കാണെങ്കിലും എന്ത് ചെയ്യാം? ശരിക്കാം. അവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് എടുക്കാം. ഒബ്ജക്റ്റ് എടുക്കാൻ പറഞ്ഞു മുകളിൽ ഒരു 3 സ്ലീവ്, താഴെ ഒരു 2 സ്ലീവ്. 2 പുള്ളികൾ ഉപയോഗിച്ചാണ്, 2 അതിലധികം പുള്ളികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് പരമാവധി കുറച്ചാണ്ട് ലിഫ്റ്റ് ചെയ്യുന്നു, നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത് വേറൊരു ഫീൽഡ് മെഷീനാണ്. ഇതിന്റെ പേരെന്താണ് സാർ പറഞ്ഞ? ഈ ഫീൽഡ് മെഷീന്റെ പേര് ചെയ്തത്. ഈ ഫീൽഡ് മെഷീന്റെ പേര് ഫീൽഡ് മെഷീൻ. മാറ്റുന്ന നമ്മൾ ഫീൽഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടത്തെ ഉത്തവലകം അതന്നെ അങ്ങനെ തന്നെ. അപ്പൊ അതിനാണ് സാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ പേര് ചോദിക്കുമ്പോ നിങ്ങൾ കെട്ടല്ല പറയേണ്ടത്. നേരത്തെ പറഞ്ഞതിന്റെ പേരെന്താ പറഞ്ഞ? ആദ്യം പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പേരെന്താ സാറ് പറഞ്ഞത്? അതാണ് സാറ് ചോദിക്കണം. അപ്പൊ നിങ്ങളത് ഷിയർ കെട്ടാനാന്ന് പറഞ്ഞില്ലേ? ഷിയർ എന്ന് പറയുന്നത് ഫീൽഡ്. ഇതില് ഒരു പ്രത്യേകത ഏത് വശത്തേക്ക് മാത്രം എടുക്കാൻ പറ്റുള്ളൂ?
180 ഡിഗ്രി മാത്രം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മാത്രം നമുക്ക് ലിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് ഫീൽഡ് മെഷീൻ ആയിട്ട് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഇത് താഴെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലെതർ പീസ് വെച്ചിട്ട് ഒരു 2 അടിയോളം മേലോട്ടായിട്ട് ഇവിടെ സ്ക്വയർ ലാഷ് ചെയ്യാം. മനസ്സിലായ? ഇവിടെ വെച്ചിട്ട് സ്ക്വയർ ലാഷ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യുന്നു, നേരെ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നീക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് റീവിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് പഠിക്കാം അല്ലേ? പഠിപ്പിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഷിയർ എന്ന് പറയുന്നത്. ഇത് 180 ഡിഗ്രി ആംഗിളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലിഫ്റ്റ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. ഏറ്റവും ഉദാഹരണം വേണമെങ്കിൽ ഇതിപ്പോ ഒരു 15 അടി ഹൈറ്റുള്ള GI പൈപ്പ് ആണ് വയ്ക്കാം. ഓക്കെ, ഇത് ഇവിടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വയ്ക്കാം. ഒരു പശുവിനെ നമുക്ക് എടുക്കാൻ പറ്റും വെച്ചിട്ട് ഇപ്പോഴാണ് ഉപയോഗിച്ചത് 4 റാപ്പിംഗ് 4 ഫ്രാപ്പിംഗ് 4:4:4. ക്ലിയർ ആണല്ലോ? ലെഡ്ജർ പീസിൽ എന്ത് ചെയ്തു, രണ്ടും ചേർത്ത് സാർ ചെയ്ത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ആദ്യം ചെയ്തത്, ടെമ്പറേച്ചർ ഇട്ട്. ഇനി വെർട്ടിക്കൽ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ആദ്യം റാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അപ്പം ഓപ്പോസിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ വലിക്കുമ്പോൾ സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ചെയ്തു നോക്കാല. ടീമായിട്ട് തന്നെ തിരിയുക, ഹോൾ എടുക്കുക, കെട്ടാം. എഫക്റ്റീവ് ലെങ്ത്തിന്റെ അതിനനുസരിച്ച് 3-ലെ ഏറ്റവും ചെറിയ പോളിന്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയ അളവ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, ഏകദേശം ഇവിടെ ശരി 3 പോളിലും നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി അടുത്ത് നേരെ സെന്ററിലെ പോളില്ലേ, ഈ കാറ്റാടിക്കടിക്ക് ഒരടിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് മുറിച്ചേണ്ട ആവശ്യമില്ല. നമ്മൾ താഴ്ഭാഗം ബട്ടന്റെ ഒരേപോലെ വയ്ക്കാം. എന്നിട്ട് ഏറ്റവും ഹൈറ്റ് പറയുമ്പോൾ കണക്കാക്കിയിട്ട് നമ്മൾ എഫക്റ്റീവ് മാർക്ക് ചെയ്യാനായിട്ട്. ബാക്കി ഇവിടെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഒതുങ്ങിയിരിക്കും അല്ലെ? അതിനാണ് കടഭാഗം ബട്ടന്റെ ഒരുപോലെ വെച്ച് എന്നിട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ സെന്ററിലെ പോൾ എടുത്തു തിരിച്ചു വയ്ക്കാം. മാർക്കുകളെല്ലാം ഒരുമിച്ച് ഒരേപോലെ ഇരിക്കട്ടെ. കണ്ടില്ലേ? ആദ്യം നമ്മളുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു ക്ലൗസ് ഇടുക. കാണുന്നില്ല? ആദ്യം നമ്മളുടെ ഏറ്റവും അറ്റത്തുനിന്ന് ഒരു ക്ലൗസ് ഇട്ടിട്ട് ഒരു സ്റ്റോപ്പർ ഇടാം. മതി ഇട്ടാ. സ്റ്റോപ്പർ ഇട്ടാ പിന്നെ അവിടെ അനങ്ങൂല. ഓക്കെ അല്ലേ? നേരെ അടിയിലൂടെ എടുത്തു ചുറ്റി 6 പ്രാവശ്യം റാപ്പ് ചെയ്യാം. 3 പ്രാവശ്യം റാപ്പിങ്. അധികം ടൈറ്റ് ചെയ്യണ്ട കേട്ടോ. തുടക്കം ഇത് കുറച്ച് വിടർന്ന് വരാൻ വേണ്ടിട്ട് നമ്മൾ വെച്ച് വെക്കാം. വെച്ച് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആപ്പില്ലേ? കുറച്ച് ഇതിന്റെ ഇടയില് ഫിഗർ ഓഫ് 8 ലാഷിങ് 8ന്റെ ആകൃതിയാണ് ചുറ്റെടുക്കുന്നത് സാറ്. സംശയമില്ലല്ലേ ചുറ്റണതില്? 6:3:3. ഇവിടെ എത്രയായി? ഇവിടെ 6 പ്രാവശ്യമായി. രണ്ട് 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? 3 പ്രാവശ്യം ഫ്രാപ്പ് ചെയ്യും. ഇത് വല്ലാണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിക്കണ സമയത്ത് ബുദ്ധിമുട്ടോ കേട്ടാ. 6:3:3. ആ ഒരു ചെറിയ 3 പ്രാവശ്യമായില്ലേ? അവസാനം കവിച്ചിട്ട് 6 പ്രാവശ്യം റാപ്പ് ചെയ്തു. ഫിഗർ ഓഫ് 8ന്റെ ആകൃതിയിൽ റാപ്പ് ചെയ്തു. 3 പ്രാവശ്യം വെച്ച് ഫ്രാപ്പ് ചെയ്തു. ഇതിനെ പരസ്പരം ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലൗസ് വെച്ചിട്ട് അവസാനിപ്പിച്ചു.
ഇതോടുകൂടി നമ്മുടെ ഈ ഫിഗർ ഓഫ് 8 ലാഷിങ് ഇത് കണ്ടില്ലേ, ഇത് പരസ്പരം ക്രോസ് ചെയ്യാം. പിടിച്ചോ, ഒരേപോലെ ഓരോരുത്തർ പിടിച്ചാൽ ചവിട്ടി പിടിച്ചാൽ കറക്റ്റ് ഇതിൽ വെക്കാം കേട്ടോ. കപ്പി തൂക്കാനിത് പോരാ. കപ്പി തൂക്കണമെങ്കിൽ എന്താണ് സ്ലിംഗ് ഇടണം. സ്ലിംഗ് ഇടുമ്പോൾ അതില്ലേ വീണ്ടും ഒരു ക്ലൗ വെച്ചിട്ട് തുടങ്ങണം. നമ്മളിവിടെ ക്ലൗ വെച്ചിട്ട് അവസാനിപ്പിച്ചാണെങ്കിൽ കൂടി നമ്മൾ ഈ കെട്ടിന്റെ സ്റ്റെബിലിറ്റി വിടാൻ വേണ്ടി വീണ്ടും ഒരു ക്ലൗ വെച്ചിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സ്ലിംഗ് ഇടാനുള്ള ആരംഭിക്കുകയുള്ളൂ. ഇതിവിടെ കെട്ടി കഴിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് GI പൈപ്പ് എടുത്തിട്ട് ഇതുപോലത്തെ വലിയൊരു GI പൈപ്പിൽ 3 ഭാഗത്തും സ്ക്വയർ ലാഷ് ചെയ്യണം കേട്ടോ. ലെജർ പീസ് വെക്കണം. ഇത് 3 ലെജർ പീസ് കെട്ട് തന്നെ വേണം. അത് കെട്ടിയില്ലാന്ന് നിങ്ങൾ തള്ളിപ്പോകും. 3 പോളിനെ കണക്ട് ചെയ്യത്തക്ക രീതിയിൽ ഇടാം. 3 പോളിനെ പോലെ കണക്ട് ചെയ്യണില്ലേ. ഇത് പിടിക്കാൻ സമയമില്ല. കപ്പി തൂക്കാനല്ല, കപ്പിട കൊളുത്ത് കൊള്ളാനുള്ള ഗ്യാപ്പ് ഇട്ടിരിക്കണം. അത്രയും മതി, കൂടുതലുണ്ട് കേട്ടോ. ഇതിങ്ങനെ പ്രാവശ്യം പറഞ്ഞു 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേരെ എന്ത് ചെയ്യാം, എവിടെയാണ് ക്ലൗഡ് ഇടുന്നത്? ആ റോപ്പിൽ തന്നെ സ്ലിംഗ് ഇട്ട ആ റോപ്പിനെ ചേർത്തിട്ട് ക്ലൗഡ് അവസാനിച്ചു. ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ താഴെ എന്ത് ചെയ്യും, ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 പോളിനെ ചേർത്തോണ്ട് 3 ലെജർ പീസ് വെച്ചിട്ട് സ്ക്വയർ ലാഷ് ചെയ്ത് പിടിപ്പിക്കും. നമുക്ക് കെട്ടി നോക്കാം. നേരത്തെ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിന്റെ അടുത്ത് നമുക്ക് 360 ഡിഗ്രി ആംഗിൾ ലിഫ്റ്റ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും പറ്റുന്നു. രണ്ടാമത്തെ ഷിയറിൽ നമുക്ക് 180 ഡിഗ്രിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഷിഫ്റ്റ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. മൂന്നാമത്തെ വെച്ച് ട്രൈപോഡിൽ എന്ത് പറ്റും, എന്തെല്ലാം പറ്റും? ഷിഫ്റ്റിംഗ് പറ്റുമോ? ലിഫ്റ്റിംഗ് മാത്രമേ പറ്റുള്ളൂ. കിണറിലകത്തൊരു പശു വന്നിട്ട് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇത് കെട്ടിയിട്ട് താഴത്തേക്ക് ആക്കി. അതില്ലേ നേരെ അത് ലിഫ്റ്റ് ചെയ്ത് മേലോട്ട് കൊണ്ടുവന്നിട്ട് അതിലൊരു റോപ്പ് കൊണ്ടിട്ട് വലിച്ചു വേണമെങ്കിൽ പശുവിനൊക്കെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിടിച്ചെടുക്കേണ്ടി വരും നമുക്ക്. അല്ലാണ്ട് ഇത് വേറെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലിഫ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഇത്രയും ഹൈറ്റിൽ വെച്ച് നമുക്ക് ഒരു പശുവിനെ കെട്ടിത്തെടുക്കാൻ പറ്റുമോ? പറ്റൂല. എത്ര വേണമെന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ് ആണ്. ചിലപ്പോൾ ഒരു 12 അടി വേണം. ഇപ്പൊ 4 അടിയിൽ 3 അടി ആൾമാരെ ഉണ്ടെങ്കിൽ ആ ആൾമാരെ പശുവിന്റെ ഹൈറ്റ് ഇവിടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ എഫക്ട് ചെയ്യാൻ. കേറല്ലേ, കാണാനുള്ള അവസരമുണ്ട്. ആർത്തിയാണ് നേരെ തിരിച്ചു ഇനി കെട്ടിക്കോ. സാറേ ഒരു സ്റ്റേഷൻ ട്രൈപോഡ് കെട്ടാൻ ഉപയോഗിക്കുന്ന ഡയഗണൽ ലാഷിങ്, സ്ക്വയർ ലാഷിങ്, ഫിഗർ ഓഫ് മേലെ കൂടെ ഇട്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അറിയുന്നത്. ആ ഇട്ടോ, ഇല്ല കുറച്ചോ വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് അതിൽ വേണമെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റോപ്പർ ഇട്ടോ. മാരി ചെയ്യാം. ഇത് സ്റ്റോപ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഈ റോപ്പിന്റെ പേരറിയോ? കർണമെന്റൽ റോപ്പാണ് കേട്ടോ. ആ അടിയിലൂടെ എടുക്കാം. അടി അങ്ങനെയല്ല, ഇതിലൂടെ നല്ല ടൈറ്റ് വേണ്ട കേട്ടോ, നല്ല ടൈറ്റ് വേണ്ട. ഒരാൾ ഇപ്പൊ വേഗം ചുറ്റി അല്ല, അത് ആദ്യം ഫുള്ളായിട്ട് ചുറ്റി എടുക്കട്ടെ, എന്നിട്ട് അടിയിലൂടെ എടുക്കും. ആ പോരട്ടെ, അടിയിലൂടെ എടുക്കും. 5 അല്ല സാർ, അവർക്ക് കാണുന്നില്ല. അതാ അല്ല 6 അതിനുശേഷം 3 ഫ്രാക്ക്. മൂന്നായില്ല. ഏറ്റവും അവസാനം വരുന്നതിന് ഞാൻ എന്ത് പറഞ്ഞു, ഒന്ന് വലിച്ചു പിടിക്കാം ഏറ്റവും അറ്റത്തിന്. ആ ടൈറ്റ് ഓപ്പോസിറ്റ് വലിക്കല്ലേ. ഓക്കെ, ഒരു ആവി ചൂടിട്ടോ വേണമെങ്കിൽ
ഇത് പതുക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലിംഗ് ഇടാം. ഒരുമിച്ച് കാണിക്കണ്ടേ? സ്ലിംഗ് ഇടണ്ടേ? അത്രയും ഹൈറ്റ് നമുക്ക് സ്ലിംഗ് ഇടാൻ കിട്ടോ? സ്ലിംഗ് ഇടണ്ടേ? നേരെ ഇട്ടാക്കിയില്ലേ? നിങ്ങൾ സെന്ററിലുള്ള കിട്ടോ? ഒന്ന് ലേശം പൊക്ക്. ഇതിനാവശ്യമില്ല. മതി. താഴെ വെച്ചോ. ഇനി താഴെ വെച്ചോ. പുള്ളിയുടെ സഹായത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ആണോ അല്ലേ? ആണ്. എങ്ങനെയാ പുള്ളിയുടെ ഉപയോഗം എന്താ? വെയിറ്റ് കുറയും അല്ലേ? വെയിറ്റ് കുറയും എന്നുള്ളതാണ് കറക്റ്റ്. ആയാസം കുറയും. ഇതിനെ ഷീവ് എന്ന് പറയും. മനസ്സിലായോ? ഈ ഒരെണ്ണത്തിനെ ഷീവ് എന്ന് പറയും. ഒരെണ്ണം ഉള്ളതിനാണെങ്കിൽ എന്ത് പറയും? സിംഗിൾ ഷീവ് പുള്ളി എന്ന് പറയും. എന്തെന്ന് പറയും? സിംഗിൾ ഷീവ് പുള്ളി എന്ന് പറയും. രണ്ടെണ്ണം ആകുമ്പോഴേക്ക് ഡബിൾ ഷീവ് പുള്ളി എന്ന് പറയും. മൂന്നാകുമ്പോഴേക്ക് ട്രിപ്പിൾ ഷീവ് പുള്ളി എന്ന് പറയും. മനസ്സിലായല്ലോ? പുള്ളിയുടെ ഷീവുകളുടെ എണ്ണം അനുസരിച്ചാണ് അത് തരംതിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ എണ്ണത്തിന്റെ പുള്ളികളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോമ്പിനേഷൻ ചെയ്യും. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റീവിങ് എന്ന് പറയും. എന്ത് പറയും? റീവ് ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ ഇത് 2-3 സ്ലീവ് ആയി കഴിയുമ്പോൾ വലിക്കുമ്പോ കപ്പിങ്ങോട്ട് നീങ്ങാതിരിക്കാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? മുകളിലേക്കാണ് കയറി വരുന്നത്. ഓക്കെ അല്ലേ? അത് വലിച്ചിട്ടു. അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ എടുക്കണ്ട. പിന്നെ എന്ത് ചെയ്യാം? പുറകിലൂടെ എടുക്കുക. അടുത്ത ഇതിലോട്ട് എടുത്തു. അടുത്ത് ഇത് കണ്ടോ? വലിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഈ പുള്ളി നീങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചവിട്ടി പിടിച്ചേക്കുന്നത്. അത് ചെയ്തു. അടുത്ത് ഇനി എവിടെ ഇരിക്കും? ഇതിന്റെ തൊട്ട് മുകളിലത്തേല് നമ്മൾ ചെയ്ത് അത് ചുറ്റിയെടുത്തു. പോലെ ഇട്ടു. ഇനി നമ്മൾ എത്രത്തോളം ലെങ്ത് വേണമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ ആ രണ്ടിനെ എന്ത് ചെയ്യും? പതുക്കെ വലിച്ച് ടൈറ്റ് ചെയ്യും. ഞാൻ നേരെ പോ. ഒരാളെ പൊക്കണം. എല്ലാ ഭാഗത്തും ചെയ്തോ? അത്രയും പൊക്കണ്ട. കുറച്ച് താത്ത്. അത്ര പൊക്കല്ലേ? എന്നിട്ട് ലാസ്റ്റ് ഉള്ളത് പിന്നെ കെട്ടിയാൽ മതി. അവിടെ സാറിലെ വിട്ടാളി എൻ്റെ ഉള്ളിലേക്ക് കുഴപ്പമില്ലല്ലോ. 50 കിലോ വെയിറ്റ് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമല്ലോ നോക്കണ്ടേ? ചേച്ചിക്കോ എത്രയുണ്ട് വെയിറ്റ്? ഈസി ആയിട്ട് പറ്റണല്ലേ? ക്ഷീണിച്ച് ഇത് ലിഫ്റ്റ് ചെയ്തല്ലേ? ഇനി ഷിഫ്റ്റ് ചെയ്യണേ എന്ത് ചെയ്യും? ഒരു ഗൈഡ് ലൈൻ എന്ത് ചെയ്യണം? ആളിലേക്ക് ഇടുക. എന്ത് ചെയ്യും? നമ്മള് വെളിയിലേക്ക് വലിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആള് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേക്ക് ടൈറ്റ് ചെയ്ത് ചെറുതായിട്ടാ. ഓക്കെ, മതി. ഇനി എന്ത് ചെയ്യണം?
നിങ്ങൾ ടൈറ്റ് ചെയ്യണം, ഇവര് ലൂസ് ചെയ്യും. നിങ്ങൾ ലൂസ് ചെയ്യണ്ട. ചെറുതായിട്ട് അവര് വലിക്കുന്ന പുറത്തേക്ക് ഇറക്കണം. കിണറിന്റെ മുകളിലേക്ക് എത്തി, ആൽമറ മുകളിലേക്ക് എത്തി, ഞാളെ പുറത്തേക്ക് ഇറക്കണം. ഓക്കേ. നിങ്ങൾ വലിക്കും. നിങ്ങൾ വിട്ടുകൊടുക്കും. ചെറുതായിട്ട് പോട്ടെ. അടിക്കങ്ങോട്ട്. ഒരു വനിതയുടെ കയറാൻ തയ്യാറുള്ള മോളെ ഇതിൽ കയറിക്കോ. ഒരു വനിത ഈ റോപ്പ് കോട്ടൺ റോപ്പാണ്. നമ്മൾ സാധാരണ ഈ റോപ്പിലൊന്നും ചെയ്യാറില്ല, ഒക്കെ കാരണം തന്നെ ചെയ്യാറുള്ളൂ. ഇത് നെക്സ്റ്റ് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ്. അത് ഈ സീറ്റിംഗ് പോസ്റ്റ് ഇങ്ങനെ ആവും വേണം, കിടക്കാൻ വേണം. പൈ ഇറക്കിക്കോ. വനിത കഴിഞ്ഞ ആ ഹെൽമെറ്റ് കിട്ടാം, അല്ലാതെ കയറില്ലേ.